ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്വീറ്റ് ഹാർട്ട് നെക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ മെഷർമെൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൺസ്ട്രക്ഷനും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതൊന്ന് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെസ്റ്റ് മെഷർമെൻറ്റ് 32 ഇഞ്ചസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റാം കേട്ടോ. നിങ്ങളുടെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം കൺസ്ട്രക്ഷൻ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് 32 ഇഞ്ചസ്. ഇനിയിപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ എഴുതിയെടുക്കുക. 0 to 1, അതായത് മേളിൽ നിന്ന് താഴേക്ക് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നെക്ക് ലെങ്ത് ആണ്. 0 to 1, 1/6 ചെസ്റ്റ് 1. അതുപോലെ മുകളിൽ നെക്ക് വിഡ്ത്ത് 2 to 0, 1/12 ചെസ്റ്റ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഓൾറെഡി നമുക്കറിയാം. ഇത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തത്. അപ്പോൾ 0 to 1 എത്രയാണ് വരുന്നത്? 1/6 ചെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 5.5 ആണ്, അതായത് 5.5. അതുപോലെ 2 to 0 നെക്ക് വിഡ്ത്ത് വരുന്നത് 2.5, അതായത് 2.5. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 0 to 1 ഇവിടെ കിട്ടിയല്ലേ. ഇനി 1ൽ നിന്നും മുകളിലേക്ക് 1 to 3 മുകളിലോട്ട്, ഇവിടെ ഈ 1ൽ നിന്നും മുകളിലോട്ട് 1 to 3 = 1 ഇഞ്ച് എടുക്കുക. 1 ഇഞ്ച്. ദെൻ 3 കിട്ടിക്കഴിഞ്ഞു, നമുക്ക് 1 to 3 കിട്ടിക്കഴിഞ്ഞു. ഇനി 3 to 4 ഇഞ്ച്. 3 to 4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അത് ഈ മുകളിലത്തെ നെക്ക് വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്. 0 to 2 നമുക്ക് എത്രയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ആ സെയിം തന്നെ ഇവിടെയും കൊടുക്കുക. നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 2.5 ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ തന്നെ വരയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കൺസ്ട്രക്ഷൻ. ദെൻ നമ്മൾ ഷേപ്പ് ചെയ്ത് ഈ സ്വീറ്റ് ഹാർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാനത് വരച്ച് കാണിക്കാം. നമുക്ക് ഷുഗർ പേപ്പറിലേക്ക് വരച്ചെടുക്കാം. മുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം, നെക്ക് വൈഡ് ആവാതിരിക്കാനാണ് ചെയ്യാനായിട്ട്. ഇനി താഴോട്ട് നെക്ക് ലെങ്ത്ത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 5.5 ഇഞ്ചാണ്. അപ്പോൾ അത് 5.5 ഇവിടെ ആയിട്ട് വരും. അതുപോലെ നെക്ക് വിഡ്ത്ത് മുകളിൽ 2.5 ആണ് വരുന്നത് അല്ലേ, 2.5. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന്, അതായത് 1 to 3 മുകളിലേക്ക് ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇവിടെ അങ്ങ് സ്ക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ മൊത്തത്തിൽ. പക്ഷേ നമ്മളിവിടെ സ്ക്വയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പറഞ്ഞ 1 ഇഞ്ചിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ സ്ക്വയർ ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ മുകളിലേക്ക് നമുക്ക് 1 ഇഞ്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 ഇഞ്ച് ഇട്ട് കൊടുത്തു. ഇനി ആ 1 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മുകളിൽ കിട്ടിയ ആ സെയിം അളവ് തന്നെ 2.5. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ടെറ്റ് സ്വിങ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് വി നെക്കും സ്ക്വയർ നെക്കും ചേർന്ന് വരുന്ന നെക്ക് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഈ 1ൽ നിന്നും മുകളിലോട്ട് നമ്മളിങ്ങനെ വരച്ചില്ലേ, ഇനി ഇവിടെ വെച്ച് ഇവിടെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. ഈ താഴെ വെച്ച് ഇവിടെ ഒന്നൊന്ന് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇങ്ങനെയൊരു കേവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇവിടെ ചെറിയ ഡോട്ട് ഇട്ട് ഇങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകമായിട്ടൊരു മെഷർമെൻ്റ് ഒന്നുമില്ല. ഇവിടെ ഒന്ന് നമ്മൾ കേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളോട് പാറ്റേൺ മേക്കിങ്ങിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ വരേണ്ടത്. ഫോൾഡ്, ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? ഇത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ഫോൾഡ്. ഇനി ലെങ്ത്തിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? ഇതൊക്കെ ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഇതാ ലെങ്ത്ത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ പുറത്തെ ഷേപ്പ് ഒന്ന് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 1 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക്
വരച്ചെടുക്കുക. ഈ ഷേപ്പിൽ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ല റൗണ്ടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ പോർഷനിലൂടെ കട്ട് ചെയ്യുക. അതുപോലെ അകത്തെ ഈ സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം പുറത്തു കൂടെ കട്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാനിപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നല്ലോ, അടുത്ത വീടുകളിലൊക്കെ വീട് പണിയൊക്കെയാണ്. പിന്നെ മോനും അത്യാവശ്യം നല്ലോണം ബഹളം ഉണ്ടാക്കുന്ന ആളാണ്, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്വീറ്റ് ഹാർട്ട് നെക്ക്, കണ്ടില്ലേ? അപ്പോൾ അകത്തുള്ള ആ ഷേപ്പ് നോക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലത്തെ പോലെ തുണിയിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഷുഗർ പീസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുൻപുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മുൻപത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാം. ഇനി നമുക്കിത് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കേവും സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റൗണ്ടാക്കി എടുക്കാം കേട്ടോ. പക്ഷേ കഴിയുന്നതും ഇങ്ങനത്തെ ഷേപ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ പഠിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം. നമുക്ക് തുണിയിലോട്ട് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ നോച്ചസൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഷേപ്പിലൂടെ തയ്ച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, തിരക്ക് പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കൈ കൊണ്ടൊന്നും ഇങ്ങനെ വളച്ച് പിടിച്ച് കൊടുത്തിട്ട് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ചെറിയൊരു തുണിയിലേക്ക് ചെയ്യുന്ന അത്ര എളുപ്പമായിരിക്കില്ല. നമുക്ക് ചുരിദാറിലേക്ക് ഇപ്പോൾ ലൈനിങ് തുണിയോടും നല്ല തുണിയോടും ഒക്കെ ചേർത്ത് വെച്ച് ചെയ്യുമ്പോൾ ആ തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തൊരു തുണിയിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്യാനേ ഉള്ളൂ. അകവശം തയ്യൽ തുമ്പ് മുറിയാതെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, ഈ കോർണർ വരുന്നിടത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കത്രിക വെച്ചൊന്ന് സ്റ്റിച്ചിനോട് ചേർത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തയ്യൽ മുറിഞ്ഞു പോകരുത്. അകത്തോട്ട് തിരിച്ചു വയ്ക്കാം. ഇവിടെ വരുന്ന ഈ റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇതിനറ്റത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നെക്കിൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അറ്റത്ത് കൂടെ തന്നെ ചെയ്യാം. പുറത്തോട്ടായാലും അകത്തോട്ട് സ്റ്റിച്ച് മാറി നീങ്ങിയാലും ഒക്കെ കുഴപ്പമാണ്. കാരണം അടിയിലത്തെ തുണി പുറത്തോട്ടായിട്ട് ഇങ്ങനെ കാണും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഒട്ടും കഴുത്തൊന്നും വൈഡായിട്ടൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്